ഹായ് ഹലോ ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പോൾ NSK മാത്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് 10ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ പ്രോബ്ലംസുകൾ നമുക്ക് പരിചയപ്പെടാം. രണ്ടാമത്തെ ഭാഗത്തിലെ ആദ്യത്തെ സെക്ഷൻ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം തന്നെയാണിത്. നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അത് തമ്മിൽ ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഒന്നല്ല 4 വ്യത്യസ്തമായ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ടുണ്ട്. അപ്പൊ ഈ പോളിനോമിയലുകളൊക്കെ എങ്ങനെ ആയിരിക്കാം ഉണ്ടായത്? ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സുകൾ അല്ലെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് ഈ ഓരോ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് കിട്ടുന്നത്. എങ്കിൽ ഓരോന്നിന്റെയും എന്ത് കണ്ടുപിടിക്കണം? ആ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. വലിയ പാടൊന്നുമുള്ള കാര്യമല്ല. നമുക്ക് പല മെത്തേഡുകളുണ്ട്. പേയേഴ്സ് ഓഫ് ഇക്വേഷൻ വെച്ച് ചെയ്യും. അതേപോലെ തന്നെ സാധാരണ ഫാക്ടറൈസേഷൻ പല മെത്തേഡുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച ഒന്നോ രണ്ടോ കണക്കുകൾ ശ്രദ്ധിച്ച ഈ കാര്യം മനസ്സിലാവും. ആദ്യത്തെ കണക്ക് നമുക്ക് ചെയ്യാം. x² + x - 6 ഇതിന്റെ ഫാക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കേണ്ട കാര്യം ഈ എക്സിന്റെ കോഎഫിഷ്യന്റും അതേപോലെ തന്നെ ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സംഖ്യയും മാത്രം എടുത്താൽ. എന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്? എക്സിന്റെ കോഎഫിഷ്യന്റും അതേപോലെ തന്നെ ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സംഖ്യ. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ പ്ലസ് എന്താണ്? ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? +1. അതേപോലെ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് എന്താണ്? -6 അല്ലെ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സംഖ്യ ഉണ്ടല്ലോ, ഈ -6 ഏതൊക്കെയോ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് ഈ -6 കിട്ടുന്നത്. ആ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ എന്തും കിട്ടണം? ഈ +1 കിട്ടണം. അങ്ങനെയുള്ള സംഖ്യ ഏതാണെന്ന് നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ നമുക്ക് കിട്ടും -2ഉം 3ഉമാണ്. എന്ത് 3? +3. നിങ്ങൾ നോക്കിയേ, -2 +3 തമ്മിൽ ഗുണിച്ചേ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണ്. 3 × 2 6 ആണ്. അപ്പൊ അത് കിട്ടി. ഇത് തമ്മിലൊന്ന് കൂട്ടി നോക്കിയേ, -2 +3 എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ചിഹ്നമാണ് അല്ലെ? വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ നമുക്കറിയാം വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണം. അങ്ങനെയാണെങ്കിൽ 3ൽ നിന്ന് 2 കുറച്ചാൽ എത്ര? 1. വലുതിന്റെ ചിഹ്നം എന്തോ പ്ലസ്. അപ്പൊ ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ആയത് ഏത് സംഖ്യകൾ എടുത്തപ്പോഴാ? -2 -3. അപ്പം ഈ പോളിനോമിയലിന്റെ ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ആ പോളിനോമിയലിന്റെ ഫാക്ടർ ഏതായിരിക്കും? x -2 ഒരു ഫാക്ടറും അതേപോലെ x +3 കണ്ട +3 മറ്റൊരു ഫാക്ടർ. അപ്പം ഈ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഘടകങ്ങൾ അല്ലെ ഫാക്ടേഴ്സുകൾ അല്ലെ അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ ഫാക്ടേഴ്സുകൾ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. മനസ്സിലായല്ലോ? ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. നമുക്ക് ശ്രദ്ധിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ x² - x - 6. ആദ്യം തന്നെ നിങ്ങൾ എടുക്കേണ്ടത് കോയിഫിഷ്യന്റുകൾ എടുക്കുക. അവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് ഏതാണ്? -1 അല്ലെ? -1ഉം അതേപോലെ തന്നെ എന്താണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഏതാണ്? -6. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏത് സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് -6 കിട്ടുന്നത്. അതേ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ ഇവിടെ ഈ -1 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയുള്ള സംഖ്യകളാണെങ്കിൽ നിങ്ങൾ നോക്കുക, 2 -3 ഒന്ന് ഗുണിച്ചു നോക്കിയേ. 2 × 3 6 ആണ്. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. അപ്പൊ ഇത് കിട്ടിയല്ലോ. ഇനി ഇത് തമ്മിൽ ഒന്ന് കൂട്ടി നോക്കിയേ. 2 + -3 വ്യത്യസ്ത ചിഹ്നമാണ്. വലുതിന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം -1. അപ്പൊ -1 കിട്ടിയല്ലോ. അപ്പൊ നമ്മുടെ സംഖ്യകൾ ഏതൊക്കെയാണ്? 2ഉം -3. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫാക്ടേഴ്സ് എന്തായിരിക്കും? x +2 ഒരു ഫാക്ടർ, അതേപോലെ x -3 മറ്റൊരു ഫാക്ടർ. മനസ്സിലായല്ലോ? മൂന്നാമത്തെ കണക്ക് നമുക്ക് പരിചയപ്പെടാം. ശ്രദ്ധിച്ചിരിക്കുക. മൂന്നാമത്തെ കണക്ക് ഇതേപോലെ തന്നെ ചെയ്ത് ശീലിക്കണം. നമുക്കപ്പൊ കിട്ടും x² + 7x + 6. ആദ്യം തന്നെ നിങ്ങൾ നോക്കുക, എക്സിന്റെ കോയിഫിഷ്യന്റ് ഇവിടെ എന്താണ്? +7ഉം കോൺസ്റ്റന്റ് എന്താണ്? +6ഉം. രണ്ടും പ്ലസ് ആയതുകൊണ്ട് വലിയ മെനക്കേട് ഉണ്ടാകത്തില്ല. ഏത് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴായിരിക്കും 6 കിട്ടുക? 1ഉം 6ഉം. 1 × 6 6 ആണ്. ഇനി 1ഉം 6ഉം കൂടെ കൂട്ടിയാൽ 7ഉം കിട്ടുമല്ലോ. അപ്പൊ നമ്മുടെ ഫാക്ടേഴ്സ് ഏതൊക്കെ ആയിരിക്കും? നിങ്ങൾ തന്നെ പറ. x +1 ഒരു ഫാക്ടർ, അതേപോലെ തന്നെ x +6 രണ്ടാമത്തെ ഫാക്ടർ. അപ്പം ഈ ക്വസ്റ്റ്യനും ഞാൻ ചെയ്തില്ലേ? അപ്പൊ ആ നാലാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് ചെയ്തതിന് ശേഷം എന്റെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. കൂടാതെ എന്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻസ് അല്ലെ? ഇപ്പൊ വന്ന കണക്ക് ചെറിയ ക്വസ്റ്റ്യൻ അല്ല. ഒന്നുമില്ല, ഒറ്റക്ക സംഖ്യയോ അങ്ങനെയുള്ള അല്ല, എല്ലാം വലുതാണ്. ഇത് നോക്കിക്കേ അല്ലെ? എല്ലാം വലിയ സംഖ്യകളല്ലേ? നിങ്ങളൊന്ന് നോക്കിക്കേ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്, പക്ഷെ തന്നിരിക്കുന്നത് 30ഉം 221. ഇവിടെ 4 -221. ഇവിടെ ഒരിച്ചിരി ഭേദമുണ്ട് അല്ലെ? ഇവിടെ എന്താണ്? 1 - 156. കുറച്ച് വലിയ സംഖ്യകളാണെങ്കിൽ
നേരത്തെ ചെയ്ത പോലെ ചെയ്യുന്നതിൽ നല്ലത് പേയേഴ്സ് ഓഫ് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് അല്ലേ, അതൊന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. നമുക്ക് ഒരെണ്ണം ചെയ്യാം, 2എണ്ണം ഞാൻ ചെയ്തു തരാം, 3ാമത്തെ നിങ്ങൾ തന്നെ ചെയ്ത് എന്ത് ചെയ്യണം, എനിക്ക് മെസ്സേജ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ചെയ്യാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഞാൻ എഴുതുകയാണ്, എല്ലാവരും ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യൻ x² + 30x + 221. നമുക്കറിയാം ഈ 30 എന്ന് പറയുന്നത് ഏതൊക്കെയോ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞായിരുന്നല്ലോ അല്ലെ. അപ്പൊ ഏത് സംഖ്യയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഞാൻ എന്തെടുക്കുന്നു, a + b, 2 സംഖ്യകൾ a + b = 30. അതേ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് എന്തും കിട്ടണം. അപ്പൊ ab = എന്തും കിട്ടണം, 221. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുക, കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, a - b² എന്ന് പറയുന്നത് എന്താണ്, a + b² - 4ab. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. പഠിക്കാത്തവർ ഇതിപ്പോഴങ്ങ് പഠിക്കുക. ഓക്കെ, അപ്പം ഇനി ഈ വാല്യൂസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും, a - b² = a + b അവിടെ എന്തിട്ട് കൊടുക്കും, 30² - 4ab സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക, 200. അപ്പൊ എന്ത് കിട്ടും, × 221. ദാറ്റ് ഈസ് ഈക്വൽ ടു a - b² = 30² എത്ര, 900 - 221 × 4 864 എന്ന് കിട്ടും. കിട്ടത്തില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു a - b² എന്ത് കിട്ടി, a - b² 16. ഇതിന്റെ അകത്ത് a - b = √16. ദാറ്റ് ഈസ് a - b എത്ര കിട്ടി, a - b = നമുക്ക് എത്ര കിട്ടി, 4 എന്ന് കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പം ഇവിടെ ഒരു ഇക്വേഷൻ നമ്പർ 1 കിട്ടി, ഇവിടെ ഒരു ഇക്വേഷൻ നമ്പർ 2 കിട്ടി. അക്കോർഡിംഗ് ടു ദ പേയേഴ്സ് ഓഫ് ഇക്വേഷൻ ഇൻ ക്ലാസ് 9. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 ഇങ്ങോട്ട് എഴുതിയാൽ + b = 30. രണ്ടും കൂടെ ഞാൻ അങ്ങ് കൂട്ടാൻ പോവുക. a + a എത്ര, 2a. ഈ -b യും +b അങ്ങ് പോയി. = 34 34. ഇതിന്റെ അകത്ത് a = എത്ര കിട്ടി, 34/2. ദാറ്റ് ഈസ് ഈക്വൽ a = എത്ര കിട്ടി, 17. അപ്പൊ ഒരു വാല്യൂ നമുക്ക് കിട്ടി. ഒരു വാല്യൂ a എന്ന് പറയുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു സംഖ്യ നമുക്ക് കിട്ടി 17. ഇനി b കിട്ടാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി കിട്ടിക്കാണും. പഠിച്ചിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇപ്പൊ കിട്ടിക്കാണും. എങ്ങനെയാണ് മക്കളെ ബി കിട്ടുന്നത്, ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 ഇഷ്ടമുള്ളതിന്റെ അകത്ത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 അങ്ങ് എടുക്കുക. a + b = എത്ര, 30. ഇവിടെ a ഉള്ളടുത്ത് 17 + b = 30. ഇവിടെ b = അപ്പൊ എന്ത് കിട്ടും, 30 - 17. b = എത്ര കിട്ടി, 13. അപ്പൊ എയും കിട്ടി, ബിയും കിട്ടിയല്ലോ. അപ്പൊ നമ്മുടെ ഫാക്ടേഴ്സ് ഏതായിരിക്കും, സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് പറ. ഫാക്ടേഴ്സ് എന്തായിരിക്കും, x + 17 ഒരു ഫാക്ടറും x + 13 മറ്റൊരു ഫാക്ടറും. ദിസ് ഈസ് ദ ആൻസർ. 2 രീതി നമ്മൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നാൽ നമ്മൾ 2 രീതി ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. ഈ ഇക്വേഷൻ നിങ്ങൾ നന്നായിട്ട് നോക്കിയാൽ മതി. ഈ തന്ന ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യം. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതുപോലെ തന്നെ ചെയ്താൽ മതി. x² + 4x - 221 അല്ലെ, ഇതല്ലേ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ ഇപ്പൊ ചെയ്തതുപോലെ തന്നെ പറ, എന്താണ്, 2 സംഖ്യകൾ കൂട്ടുമ്പോൾ 4 കിട്ടും. അപ്പൊ എന്ത് മതി, a + b = എന്ത്, 4. ഇക്വേഷൻ നമ്പർ 1. അടുത്ത എന്താണ്, ab = എത്ര, ഇവിടെ -20. അപ്പൊ -221. ഇനി ഞാൻ പറഞ്ഞത് മറന്നു പോകാല്, ഒരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ മറന്നു പോകില്ല. എന്താണ്, a - b² = എന്താണ്, a + b² -4ab. ഇതിന്റെ അകത്ത് ഒന്നിട്ട് കൊടുക്കാം. a - b² = a + b എത്രയാണ്, 4² -4 × എത്രയാണ്, -221. സിമ്പിൾ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു a - b² = എത്ര, 4² 16 - × -+800 എത്രയാണ്, 64. ദാറ്റ് ഈസ് ഈക്വൽ ടു a - b² = എത്ര കിട്ടി, 900 എന്ന് കിട്ടും. ദാറ്റ് ഈസ് a - b = √900. ദാറ്റ് ഈസ് a - b എത്ര കിട്ടി, 30 എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 എടുത്തതിന്റെ താഴെ എഴുതുക, a + b = 4 എഴുതുക, കൂട്ടുക, a + a 2a -b + b പോയി. ഓക്കെ അല്ലേ? ഈക്വൽ ടു ഇത് നോക്കിയേ, 30 4 എത്ര, 34. a = 34/2. a = അതും എന്ത് തന്നെയാണ്, 17 ആണ്. പക്ഷെ ബി നമുക്ക് നോക്കണം. ബി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ബി എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടി, a + b = നമ്മുടെ കയ്യിൽ എന്തുണ്ട്, a + b = 4 ഇല്ലേ. ഇവിടെ a യുടെ സ്ഥാനത്ത് 17 + b = 4 ഇല്ലേ. ഇവിടെ b = അപ്പൊ എന്ത് കിട്ടും പറ, 4 -17. 4 -17. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി എത്ര കിട്ടി മക്കളെ, b = എത്ര കിട്ടി, -13 ആണ്. അപ്പൊ ബി എന്ത് കിട്ടി, -13, a 17 ആണ് കിട്ടിയത്.
ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഫാക്ടർ കണ്ണും പൂട്ടി നമ്മൾ ഫാക്ടർ എഴുതും. എന്താണ് മക്കളെ? ഒന്നാമത്തെ ഫാക്ടർ എക്സ് പ്ലസ് 17 ഒരു ഫാക്ടർ, രണ്ടാമത്തെ ഫാക്ടർ എക്സ് മൈനസ് 13. അപ്പൊ ചിഹ്നങ്ങളൊന്നും തെറ്റിക്കരുത്. ചിഹ്നങ്ങളൊക്കെ തെറ്റിയാൽ നമ്മളെല്ലാം തെറ്റിപ്പോകും. അപ്പൊ അതൊന്നും തെറ്റിക്കരുത്, കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻസുകളും പഠിച്ചു വെച്ചോ, ആവശ്യം വരും. SLC ആണ്, നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചിരിക്കും, ഉറപ്പാണ്. ഇതൊന്നും കളയരുത്, സിമ്പിളാണ്, കാര്യങ്ങൾ സിമ്പിളാണ്. ഇനി നോക്കിയാൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് അല്ലേ. ഞാൻ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവരോട് പറയാൻ ഞാൻ ചെയ്യത്തില്ലെന്ന്. നിങ്ങളത് ചെയ്തതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യുക? മെസ്സേജ് ചെയ്യുക. അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ഞാൻ പറയാം. അത് കറക്റ്റ് അല്ല, അത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. SLC ആണ്, നന്നായിട്ട് ഡീപ്പായിട്ട് പഠിക്കുക. ഇതൊക്കെ അങ്ങോളം ആവശ്യമുള്ളതാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.